തിങ്കളാഴ്ച തുടങ്ങാനിരിക്കുന്ന LDF-ന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ നേരിടാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കേന്ദ്രം അനുവദിച്ച 10 കമ്പനി കേന്ദ്രസേനയിൽ 5 കമ്പനിയോളം എത്തിക്കഴിഞ്ഞു. CRPF, BSF, ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് എന്നീ സേനാ വിഭാഗങ്ങളാണ് ഇതിനകം എത്തിയിട്ടുള്ളത്. വനിതാ സൈനികരടക്കമുള്ള ബാക്കി സംഘം രാത്രിയോടെ എത്തിച്ചേരും. മറ്റ് ജില്ലകളിൽ നിന്ന് 5000-ത്തോളം പോലീസുകാരെ തിരുവനന്തപുരത്ത് സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയമിക്കാനാണ് തീരുമാനം. ഇവരും പുലർച്ചെയോടെ തിരുവനന്തപുരത്തെത്തും. സമരം നേരിടുന്നതിന്റെ ഭാഗമായി അന്യ ജില്ലകളിൽ നിന്നെത്തുന്ന പാർട്ടി പ്രവർത്തകരെ തടഞ്ഞു തുടങ്ങി. ജില്ലാ അതിർത്തികളിൽ വാഹന പരിശോധന കർശനമാക്കി. ട്രെയിൻ വഴി സമരക്കാർ എത്തുന്നത് പരിഗണിച്ച് റെയിൽവേ സ്റ്റേഷനുകളിൽ കർശന പരിശോധന നടത്തുന്നുണ്ട്. ബസ് സ്റ്റാൻഡുകളിലും ട്രാഫിക് ഐലൻഡുകളിലും ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കി. MLA ഹോസ്റ്റലിലും ഇടത് സർവീസ് സംഘടനകളുടെ ഓഫീസുകളിലും സമരക്കാരെ താമസിപ്പിക്കുന്നത് പോലീസ് വിലക്കി. നഗരത്തിലെ സ്വകാര്യ പുരയിടങ്ങളിലെ ഷെഡുകളും പന്തലുകളും അടിയന്തരമായി പൊളിച്ചു നീക്കാൻ പോലീസ് ഉത്തരവിട്ടു. മുൻകൂർ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. കണ്ടോൺമെന്റ് ഗേറ്റ് ഉപരോധിക്കാൻ ഒരു കാരണവശാലും സമരക്കാരെ അനുവദിക്കില്ല. ഇതിന്റെ ഭാഗമായി ഈ ഗേറ്റിന്റെ നിയന്ത്രണം കേന്ദ്രസേനയ്ക്ക് കൈമാറും. ഏതു തരത്തിലുള്ള പ്രകോപനമുണ്ടായാലും സംയമനം കൈവിടരുതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രഞ്ജിത്തമ്പാടി, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.